അതിൻ്റെ ജോയിനിങ് ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞിട്ടും ജോയിനിങ് ഡേറ്റ് വരാത്തത് കാരണം പിന്നെ വേറൊരു ജോബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ബാങ്കിങ് സെക്ടറിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. എനിക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസും ഒക്കെ വന്നത് ടീച്ചേഴ്സിൻ്റെ ആ ഒരു അപ്രോച്ച്, ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് അവർ പഠിപ്പിച്ച് തന്നതിന് ശേഷമാണ് കുറച്ചും കൂടെയൊക്കെ ഒരു കോൺഫിഡൻസ് വന്നത്. ഹായ്, എൻ്റെ പേര് ആഷ്ന പ്രകാശ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ MSc മാത്സ് 2022 പാസ്ഡ് ഔട്ടാണ്. അതിനുശേഷം ഞാൻ ഇൻഫോസിസിൽ പ്ലേസ്ഡ് ആയിരുന്നു കോളേജിൽ നിന്ന്. അതിനുശേഷം ഞാൻ അതിൻ്റെ ജോയിനിങ് ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ കുറേ കഴിഞ്ഞിട്ടും ജോയിനിങ് ഡേറ്റ് വരാത്തത് കാരണം പിന്നെ വേറൊരു ജോബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ബാങ്കിങ് സെക്ടറിലേക്ക് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഒരു 2 മാസത്തോളം ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ നടത്തി. പക്ഷേ വീട്ടിലിരുന്നിട്ടും തന്നെ പഠിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ബാങ്ക് കോച്ചിങ്ങിന് എവിടെയെങ്കിലും പോയി നിന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഒരു ഫ്രണ്ട് വഴിയാണ് ICD-നെ കുറിച്ച് അറിയുന്നത്. ICD-നെ കുറിച്ച് 2023 ഞാൻ അറിഞ്ഞു. അങ്ങനെ ഞാൻ 2023 മാർച്ചിൽ ഞാൻ ICD-യിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞാൻ ഇവിടുന്ന് റെഗുലറായിട്ട് ക്ലാസ്സൊക്കെ അറ്റംപ്റ്റ് ചെയ്തു. എല്ലാ ക്ലാസ്സിലും റെഗുലറായിട്ട് വന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഡെയിലി ക്ലാസ്സിൽ വന്ന് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിച്ചു. നമുക്ക് QAക്ക് 3 ടീച്ചേഴ്സ് ഉണ്ട്. 3 ടീച്ചേഴ്സും നമുക്ക് എങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാമെന്നും ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതും ഒക്കെ പഠിപ്പിച്ചു. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നമ്മൾ തന്നെ ചൂസ് ചെയ്ത് ചെയ്യുന്ന രീതിയും അവർ പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെ QA എനിക്ക് കുറച്ചും കൂടെയൊക്കെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ബേസ് കുറച്ചും കൂടെ സ്ട്രോങ് ആയി. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തു. ഇവിടെ ആണെങ്കിലും ക്ലാസ്സിൽ നമുക്ക് എപ്പോഴും ടീച്ചേഴ്സ് ഓരോ മെറ്റീരിയൽ തരും. ആ മെറ്റീരിയൽ എല്ലാം യുണീക്കാണ്. ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പല ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ബേസ് ഒന്നുകൂടി സ്ട്രോങ് ആയി. പിന്നെ റീസണിങ്ങും ഇംഗ്ലീഷും ഒക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് ക്ലാസ്സിൽ നമുക്ക് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ ചെയ്യാനും പറ്റി. അതുപോലെ തന്നെ എങ്ങനെ ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാമെന്നും ഒക്കെ അവർ നമ്മളെ പഠിപ്പിച്ചു. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്താണ് നമുക്ക് ഒരു സ്പീഡൊക്കെ കിട്ടുന്നത്. ഇവിടെ വീക്കിലി ICD-യിൽ ഒരാഴ്ചയിൽ 3 ദിവസം ടോപ്പേഴ്സ് ബാച്ച് ഉണ്ട്. അങ്ങനെ ടോപ്പേഴ്സ് ബാച്ചിൽ കയറിയതിന് ശേഷം എനിക്കൊരു മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ എത്താനും ചെയ്യാനും അതൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാനും തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യണം, എങ്ങനെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ സോൾവ് ചെയ്യണം എന്നൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു. അങ്ങനെയാണ് ഒരു മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസും ഒക്കെ വന്നത് ടീച്ചേഴ്സിൻ്റെ ആ ഒരു അപ്രോച്ച്, ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്ന് അവർ പഠിപ്പിച്ച് തന്നതിന് ശേഷമാണ് കുറച്ചും കൂടെയൊക്കെ ഒരു കോൺഫിഡൻസ് വന്നത്. പിന്നെ ഇവിടെ ICD-യിൽ അവർ ഒരു വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യും. അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ സാറാണെങ്കിലും ക്ലാസ്സിൽ വന്നിട്ട് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യും. ഡെയിലി ന്യൂസ് ആണെങ്കിലും ഒക്കെ ഡിസ്കസ് ഒക്കെ ചെയ്യും. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് കറണ്ട് അഫയേഴ്സിനോട് കൂടുതൽ താല്പര്യം ഉണ്ടായി. കറണ്ട് അഫയേഴ്സ് ഡെയിലി നോക്കാനും തുടങ്ങി. കൺസിസ്റ്റൻ്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് നോക്കാൻ തുടങ്ങി. ICD-യിലെ PDF ഒക്കെ ആണെങ്കിലും ഒത്തിരി അത് മെയിൻസിൻ്റെ എക്സാമിന് എനിക്ക് അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങനെ കറണ്ട് അഫയേഴ്സ് നോക്കി. മെയിൻസിൻ്റെ എക്സാമിന് എനിക്ക് കറണ്ട് അഫയേഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ആയപ്പോഴും ഇവിടെ സാർ പ്രത്യേകം നമുക്ക് ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്തു തന്നു. അതും ഇൻ്റർവ്യൂവിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ICD-യിൽ വരുമ്പോഴാണെങ്കിലും നമുക്ക് ഡെയിലി എനിക്ക് രാവിലെ 8:30 തൊട്ട് 11 മണി വരെ ആയിരുന്നു ക്ലാസ്. അപ്പം ടീച്ചേഴ്സ് ഡെയിലി ക്ലാസ്സിൽ വരുമ്പം ഓരോ മെറ്റീരിയൽ കൊണ്ടുവരും. ആ ഓരോ മെറ്റീരിയലും യുണീക്കായിരുന്നു. ക്വസ്റ്റ്യൻസ് എല്ലാം പുതിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റി. പിന്നെ ഷമീം സാർ ആണെങ്കിലും ക്ലാസ്സിൽ വരുമ്പോൾ സിംപ്ലിഫിക്കേഷൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരും. അത് ഞാൻ സിംപ്ലിഫിക്കേഷൻ വേറെ ചെയ്യുമായിരുന്നെങ്കിലും എനിക്കിതുവരെ ഒരു ആപ്പിലും ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. അപ്പം എനിക്ക് സാറ് വരുന്ന സിംപ്ലിഫിക്കേഷൻ മെറ്റീരിയൽ വളരെ യൂസ്ഫുൾ ആയിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് എനിക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊക്കെ എനിക്ക് ആ സിംപ്ലിഫിക്കേഷൻ മെറ്റീരിയൽ വെച്ച് പഠിക്കാൻ പറ്റി. പിന്നെ ഇവിടെ ICD-യിൽ ലാബ് ഫെസിലിറ്റി അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എക്സാമിൻ്റെയൊക്കെ ടൈമിലാണെങ്കിലും എൻ്റെ ക്ലാസ്സിൻ്റെ ടൈമിംഗ് 11 മണി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ലാബിലായിരിക്കും. ലാബ് നമുക്ക് അത്യാവശ്യം നമുക്ക് എത്രത്തോളം വേണമെങ്കിലും ലാബ് യൂസ് ചെയ്യാൻ പറ്റും. മോക്കൊക്കെ ചെയ്യാനും അതൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് ലാബ് ഫെസിലിറ്റി. ഞാൻ ഡെയിലി സിംപ്ലിഫിക്കേഷനും DA ഒക്കെ ചെയ്യുമായിരുന്നു. ഇവിടുന്ന് ടീച്ചേഴ്സാണ് സജസ്റ്റ് ചെയ്തത്. ഡെയിലി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡ് കൂടും. അത് ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ സ്പീഡും കൂടും. നമ്മളിതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിറ്റർമിനേഷനും വേണം. നമ്മൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമുക്ക് എന്താണെങ്കിലും ഈ ജോലി നമ്മൾ ഡിറ്റർമിനേഷനും കൺസിസ്റ്റൻസിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇനി ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും പ്രിപ്പറേഷനിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് പോവാതെ തന്നെ എല്ലാവരും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.